ഇന്നിപ്പോൾ MP രാജേഷ് പറയുന്നത് സർക്കാർ പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ നയത്തിനനുസരിച്ചാണ്. ആ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുന്നത് മന്ത്രിയായ ഞാനാണ്. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച LDF സർക്കാരിന്റെ നയം അനുസരിച്ച് ഓൺലൈൻ മദ്യവ്യാപാരമില്ല എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ബെവ്കോയുടെ MD പരസ്യമായി വന്ന എല്ലാ ചാനലുകളിലും ഓൺലൈൻ മദ്യവ്യാപാരത്തിന്റെ സാധ്യതകളെക്കുറിച്ച് വാചാലയാവുന്നത് എന്തിനാണ്? അഭിലാഷ്, ഇതിൽ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാലത്തെയും കാഴ്ചപ്പാടും 2016-ലും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച മാനിഫെസ്റ്റോയിലെ മദ്യനയത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഘട്ടം ഘട്ടമായി മദ്യ നിരോധനത്തിലേക്ക് അല്ലെങ്കിൽ മദ്യവർജനത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യമായി ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ ലക്ഷ്യത്തിലേക്ക് അടുക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ബോധവൽക്കരണം സംസ്ഥാനത്താകമാനം നടപ്പിലാക്കണം. കഴിഞ്ഞ 9 കൊല്ലക്കാലം കേരള സംസ്ഥാനത്തിലെ മദ്യ ഉപഭോഗത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിമർശകർ ഉയർത്തുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ബെവ്കോയുടെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആഭ്യന്തര മദ്യ ഉപയോഗത്തിൻ്റെ വരുമാന സ്രോതസ്സിൻ്റെ കണക്ക് വെച്ചിട്ടാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ കൃത്യമായി വർധനവുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഉപഭോഗത്തെ സംബന്ധിച്ച് കേരള സംസ്ഥാനം മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് താങ്കൾ തന്നെ പറയുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന്, മദ്യവർജനമായിരിക്കും ഞങ്ങളുടെ നയം എന്ന് പ്രഖ്യാപിച്ചാണ് 2016 അധികാരത്തിലെത്തിയത്. പഴയ പരസ്യമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? KPSC ലളിത അടക്കം അഭിനയിച്ച പരസ്യങ്ങൾ. ഞങ്ങൾ തുറക്കുക പൂട്ടിക്കിടക്കുന്ന സ്കൂളുകളായിരിക്കും, ബാറുകളല്ല എന്ന് പറഞ്ഞിട്ട് 2016 സംസ്ഥാനത്ത് എത്ര ബാറുണ്ടായിരുന്നു, ഇപ്പോൾ സംസ്ഥാനത്ത് എത്ര ബാറുണ്ട് എന്ന കണക്ക് മാത്രം എടുത്താൽ മതി. ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ അന്ന് എത്ര ഉണ്ടായിരുന്നു, ഇന്ന് എത്ര ഉണ്ടായിരുന്നു, നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മദ്യത്തിന്റെ ലഭ്യത കൂടി, മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞിടത്ത് മദ്യത്തിന്റെ ലഭ്യത കൂടിയിട്ടുണ്ട്, വരുമാനവും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമ്പൂർണ്ണമായി മദ്യ നിരോധനം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷേ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് എന്നത് വസ്തുതയായി അവിടെ നിൽക്കുകയാണ്. അല്ല, 2015 കാലഘട്ടത്തിൽ നമുക്കറിയാം 29 ബാറുകൾ സംസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ഇന്ന് ആ ബാറുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന സമീപനമായിരുന്നു അന്നത്തെ UDF ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നത്. ആ ലൈസൻസ് റദ്ദാക്കുകയും അതിനുശേഷം സംസ്ഥാനത്താകമാനം 3 സ്റ്റാർ ഫെസിലിറ്റിക്ക് മുകളിലുള്ള ഹോട്ടലുകളിലേക്ക് ലൈസൻസിങ് ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് ലൈസൻസ് കൊടുക്കാതിരിക്കാനാവാത്ത സാഹചര്യം സംജാതമാവുകയും അങ്ങനെ ലൈസൻസിങ്ങിൽ കേരളത്തിൽ ബാറുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 9 കൊല്ലക്കാല കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാനത്ത് ഏതെങ്കിലും വ്യാജ മദ്യ ദുരന്തം ഇതിനു മുമ്പത്തെ 10 കൊല്ലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ വ്യാജ മദ്യ ദുരന്തങ്ങൾ കേരളത്തിൽ തുലാം കുറവാണ് എന്നുള്ള വസ്തുത കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം നല്ല മദ്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ബെവ്കോ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബെവ്കോയുടെ MD ശ്രീമതി ഹർഷദ അട്ടലൂരി ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാന സ്രോതസ്സിനെ ആശ്രയിക്കുന്ന തരത്തിൽ പുതിയ ലോകക്രമത്തിൽ നാം ഒരു പുതിയ ലോകക്രമത്തെയാണ് സമീപിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ വാതിൽപ്പടിയിലെത്തുന്നു. ആ വാതിൽപ്പടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരും ലോകത്ത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആളുകളും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വിരൽത്തുമ്പിൽ ലോകത്തെ എത്തിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്യം വീട്ടുപടിക്കൽ അല്ലെങ്കിൽ വാതിൽപ്പടിയിലെത്തുക എന്ന് പറയുന്നത് ഒരു കുറ്റമറ്റ നിർദ്ദേശം ആണ് എന്നു തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ കരുതുന്നത്. പക്ഷേ അതിൻ്റെ സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനമാണ്. ആ നയപരമായ തീരുമാനം ഓൺലൈൻ മദ്യവ്യാപാരം വേണ്ട എന്നുള്ളതാണ്. ആ തീരുമാനം മന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളിടത്ത് പിന്നെ ബെവ്കോയ്ക്ക് മാത്രമായി പുതിയൊരു സമീപനം സ്വീകരിക്കാനാവില്ല. ഓക്കെ, അല്ല, ആ ബെവ്കോ അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നയം പറയാൻ മന്ത്രി ഉണ്ടെന്ന് മന്ത്രി പറയുന്നു. നയം പറയാൻ മന്ത്രിയാണ് യോഗ്യൻ എന്നുള്ളത് ബെവ്കോ MDയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരു വിഷമദ്യ ദുരന്തം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടോ ഒക്കെ ആയിട്ട് വിഷമദ്യ ദുരന്തം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുട്ടിന് ബിവറേജസ് ഉണ്ട്, ബാറുണ്ട്, അവിടങ്ങളിലൊക്കെ മദ്യം കിട്ടും.
ഇതൊന്നും പോരാതെ നിരോധിത ലഹരി MDMA മുതൽ കഞ്ചാവ് വരെ സുലഭമാണ്. ഇതിന്റെ ഇടയ്ക്കിനി ആളുകൾ കവർ പഴയതുപോലെ മേടിച്ച് പൊട്ടിച്ച് കുടിച്ച് കണ്ണു കളയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബാക്കിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ.